ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് നമ്മുടെ തേർഡ് മോഡ്യൂള് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ തേർഡ് മോഡ്യൂളായിട്ടുള്ള കപ്പാസിറ്റി പ്ലാനിങ് നമ്മളിന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ എന്താണ് കപ്പാസിറ്റി? ഓക്കെ, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താണ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇവിടെ മീനിങ് ആൻഡ് ഡെഫിനേഷനിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, കപ്പാസിറ്റി ഈസ് ദി എമൗണ്ട് ഓഫ് ഗുഡ്സ് ദാറ്റ് എ ഫേം ഈസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഓർ പ്രൊവൈഡിങ് സർവീസ് ഓവർ എ specified period of time. It is the maximum available amount of output or multiple types of output that a system is capable of achieving. അതായത് ഒരു ഫാക്ടറിയെ സംബന്ധിച്ച് എത്രത്തോളമാണ്, അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റിയെ സംബന്ധിച്ച് എത്രത്തോളമാണ് ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്നും നമുക്ക് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും, അതാണ് കപ്പാസിറ്റി എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ള ടേമിൽ പറയുന്ന ഒരു കാര്യം. അപ്പോൾ എൻ്റെ ഫാക്ടറിക്ക് ഇത്ര കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഡയറി ഫാമിൽ ഇത്ര കപ്പാസിറ്റി ഉണ്ട്, 10,000 പശുക്കൾ നമുക്ക് നിർത്താം. ദാറ്റ് മീൻസ് ആ 10,000 വരയ്ക്കും എൻ്റെ ഡയറി ഫാമിൽ എനിക്ക് പശുക്കളെ നിർത്താം. അപ്പോൾ എൻ്റെ ഫാക്ടറിയിൽ ഞാൻ വന്നിട്ട് എത്രയാണ് 5,000 വണ്ടികൾ, ബൈക്കുകൾ എനിക്ക് അറ്റ് എ ഡേ ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ 5,000 വണ്ടികൾ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന വിധത്തിലുള്ള കപ്പാസിറ്റി ആ ഫാക്ടറിക്ക് ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ആയതിനെ വ്യക്തമാക്കി മനസ്സിലാവുക. ഇറ്റ് ഈസ് വാട്ട് യുവർ ഫാക്ടറി ഓർ വാട്ട് ദ ഫാക്ടറി ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. അതാണ് പറയുന്നത്. ഒന്നുകൂടി വായിക്കാം. കപ്പാസിറ്റി ഈസ് ദി എമൗണ്ട് ഓഫ് ഗുഡ്സ് ദാറ്റ് എ ഫേം ഈസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഓർ പ്രൊവൈഡിങ് സർവീസ് ഓവർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് ആളുകൾ ഒരു മണിക്കൂർ കണക്കാക്കാം, ഓക്കെ, ഒരു മിനിറ്റിൽ കണക്കാക്കാം, അല്ലേ, ഒരു മണിക്കൂറിലാക്കാം, അല്ലെങ്കിൽ ഒരു ഫുൾ ഡേയിൽ എത്ര കണക്കാക്കാം. അങ്ങനെയൊക്കെ ആളുകൾ തന്നെ ഇതാവും. ഇവിടെ മുകളിലൊന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് കപ്പാസിറ്റി പ്ലാനിങ് is to provide an idea for determining the overall capacity level and capacity level of capital intensive resources such as facilities, equipment and labor force that best support the company's long range competitive strategy. അപ്പോൾ കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞൊരു കാര്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം, അത് നമ്മുടെ ഫാക്ടറിയിലെ കപ്പാസിറ്റി ലെവല് കണക്കിലെടുക്കുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. ഓക്കെ, എന്തെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഫെസിലിറ്റീസും അതുപോലെ തന്നെ എക്യുപ്മെൻറ്റുകളുടെയും അതുപോലെ തന്നെ തൊഴിലാളികളുടെ അതായത് അവരുടെ ഒരു ലേബർ ഫോഴ്സും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് എത്രത്തോളം നമുക്ക് ഉൽപ്പാദനം നമുക്ക് നടത്താൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുകയാണ് കപ്പാസിറ്റി പ്ലാനിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്നുള്ളത് ഫസ്റ്റ് ലൈനിൽ നമുക്ക് നോക്കിയാൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റിയിൽ നമ്മുടെ ഫാക്ടറിയുടെ കപ്പാസിറ്റി 10,000 ആണെങ്കിൽ 10,000 വരയ്ക്ക് അതിന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദ റെസ്റ്റ് ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, അതിനിപ്പോൾ എന്തെങ്കിലും കാരണങ്ങളാലൊക്കെ അതിൽ ഇത് വരാം. അപ്പോൾ ആ കാരണങ്ങളൊക്കെ നമ്മളിനി നോക്കാൻ പോകുന്നുണ്ട്. സോ കപ്പാസിറ്റി എന്താണ്, കപ്പാസിറ്റി പ്ലാനിങ് എന്താണെന്നുള്ളത് നമ്മൾ പിന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, 1 by 1 ആയിട്ട് നമ്മളിപ്പോൾ കൊണ്ടുവരികയാണ്. സോ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയല്ലോ. സോ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറിയിൽ നിന്നും എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് 2 ഡെഫിനിഷൻസ് ഇവിടെ ഞാൻ ബോക്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അമേരിക്കൻ പ്രൊഡക്ഷൻ ആൻഡ് ഇൻവെൻട്രി കൺട്രോൾ സൊസൈറ്റി, APICS, അവരെന്താ പറയുന്നത് കപ്പാസിറ്റി പ്ലാനിങ് അല്ലെങ്കിൽ കപ്പാസിറ്റിയെക്കുറിച്ച്? ഡിഫൈൻസ് കപ്പാസിറ്റി ആസ് ഹയസ്റ്റ് റീസണബിൾ ഔട്ട്പുട്ട് റേറ്റ് വിച്ച് ക്യാൻ ബി അച്ചീവ്ഡ് വിത്ത് ദ കറൻറ്റ് പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻസ്, പ്രോഡക്റ്റ് മിക്സ്, വർക്ക് ഫോഴ്സ്, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അപ്പോൾ ഇവരെന്താ പറയുന്നത്, ഏറ്റവും മാക്സിമം ഔട്ട്പുട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്, എപ്പോഴാണ് പറ്റുക, അതും ഏതെല്ലാം കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടാണ് വിത്ത് ദ കറൻറ്റ് പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ, പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ, പ്രൊഡക്റ്റ് മിക്സ്, പിന്നെ വർക്ക് ഫോഴ്സ്, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഇതിനെയൊക്കെ കൂടി ചേർന്നിട്ട് നമുക്ക് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ആണ് നമ്മളിവിടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ട് APICS പറയുന്നത്. ഇവിടെ തൊട്ട് താഴത്തെ ഇത് നോക്കിയ ഡെഫിനിഷൻ നോക്കിയേ. The Federal Reserve Board of USA defines capacity as the greatest level of output that a plant can maintain within a framework of realistic work schedule, taking account of normal downtime and assuming sufficient availability of inputs to operate the machinery and equipment in place. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം എന്താണ്,
the greatest level of output that a plant can maintain within a framework of realistic work schedule. അപ്പോൾ ഒരു വർക്ക് ഷെഡ്യൂളും അതുപോലെ തന്നെ നമ്മുടെ ഡൗൺ ടൈം, നോർമൽ ഡൗൺ ടൈമും അതുപോലെ തന്നെ നമ്മുടെ ഇൻപുട്ടുകളുടെ അവൈലബിലിറ്റിയും എല്ലാത്തിനെയും കണക്കിലെടുത്തുകൊണ്ട് എത്രത്തോളം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായി പറ്റും അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഫെഡറൽ റിസർവ് ബോർഡ് FRB ഓഫ് USA കപ്പാസിറ്റി എന്ന് പറയുന്നതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു വരുന്ന ഒരു കാര്യം. ക്ലിയർ ആവുന്നുണ്ടോ വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ ഇതാണ് കപ്പാസിറ്റി എന്ന് നമ്മളിവിടെ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താ ഇവിടെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. എന്താണത്? കപ്പാസിറ്റി പ്ലാനിങ് ഇറ്റ്സെൽഫ് ഹാസ് ഡിഫറെൻറ്റ് മീനിങ് ടു ഇൻഡിവിജ്വൽസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് വിത്തിൻ ദി ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും പല ആംഗിളായിട്ടാണ് കപ്പാസിറ്റീനെ അല്ലെങ്കിൽ കപ്പാസിറ്റി പ്ലാനിങ്ങിനെ ആളുകൾ കണക്കെടുക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കപ്പാസിറ്റി മേ ബി ഡിഫൈൻസ്, മാർക്ക് ചെയ്ത് നോക്കൂ. കപ്പാസിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് റിസോഴ്സ് ഇൻപുട്സ് അവൈലബിൾ റിലേറ്റീവ് ടു ഔട്ട്പുട്ട് റിക്വയർമെൻറ്റ്സ് ഓവർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ കപ്പാസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് എന്താണ്? എമൗണ്ട് ഓഫ് റിസോഴ്സ് ഇൻപുട്സ് അല്ലേ? എത്രത്തോളം നമ്മുടെ ഇൻപുട്ടുകൾക്കുള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട്, അത് ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു ദി ഔട്ട്പുട്ട് റിക്വയർമെൻറ്റ് ഓവർ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം നമ്മുടെ ഇൻപുട്ടുകൾ വെച്ചുകൊണ്ട് എത്ര ഔട്ട്പുട്ടുകൾ നമുക്ക് ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും എന്നുള്ള പറയുന്നത്. സോ ദെർഫോർ it is better to use the term maximum practical capacity for all practical purposes. And അപ്പോൾ മാക്സിമം പ്രാക്ടിക്കൽ കപ്പാസിറ്റി എന്നുള്ള വേർഡാണ് കുറച്ചും കൂടി ഇതിന് ഉത്തമം എന്നിവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കപ്പാസിറ്റികളെ കുറിച്ചാണ്. 3 തരം ടൈപ്സ് ഓഫ് കപ്പാസിറ്റീസ് വരുന്നുണ്ട്. ഒന്ന് മാക്സിമം കപ്പാസിറ്റി, മറ്റൊന്ന് ഇഫക്റ്റീവ് കപ്പാസിറ്റി ആൻഡ് ഫോർത്ത് വൺ ഡെമോൺസ്ട്രേറ്റഡ് കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ ഇന്ന് ഈ രണ്ടെണ്ണത്തിനെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് രണ്ടെണ്ണത്തിന് നമ്മൾ നോക്കുന്നു. ഒന്ന് മാക്സിമം കപ്പാസിറ്റി അല്ലെങ്കിൽ ഡിസൈൻ കപ്പാസിറ്റി എഴുതിയിട്ടുണ്ട്. സോ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം കപ്പാസിറ്റി മീൻസ് ഡിഫൈൻ ആസ് ദി ഹയസ്റ്റ് റേറ്റ് ഓഫ് ഔട്ട്പുട്ട് എ പ്രോസസ് ഓർ ആക്ടിവിറ്റി ക്യാൻ അച്ചീവ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പീക്ക് കപ്പാസിറ്റി. അപ്പോൾ മാക്സിമം കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നതാണ് പരമാവധി അങ്ങേയറ്റം എത്രത്തോളം നമുക്ക് ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് മാക്സിമം കപ്പാസിറ്റി അല്ലെങ്കിൽ പീക്ക് കപ്പാസിറ്റി എന്ന് നമ്മളിവിടെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇറ്റ് സ്പെസിഫൈസ് എ തിയറിറ്റിക്കൽ അപ്പർ ലിമിറ്റ് ഓവർ എ യൂഷ്വൽ റേറ്റ് ഫോർ റുട്ടീൻ ഓപ്പറേഷൻസ്. അപ്പോൾ ഇതിൽ എക്സാമ്പിൾസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ആൻ ഓട്ടോമൊബൈൽ പ്രൊഡക്ഷൻ ലൈൻ ക്യാൻ അസംബിൾ 100 trucks പെർ മന്ത്. ഇനി അത് നോക്കി, എ കാർ സർവീസ് സെൻറ്റർ ക്യാൻ അറ്റൻഡ് ടു 10 customers പെർ അവർ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എ റെസ്റ്റോറൻറ്റ് ഹാസ് ദ സീറ്റിംഗ് കപ്പാസിറ്റി ടു അക്കോമഡേറ്റ് 100 diners. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒരു ട്രക്ക് നിർമ്മാണ കമ്പനിയിൽ 100 ട്രക്കുകൾ ഒരു മാസത്തിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുന്നു, മാനുഫാക്ചർ ചെയ്യാനായിട്ട് പറ്റുന്നു. ഒരു കാറ് സർവീസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ സർവീസ് സെക്ഷനിൽ ഇന്ന ടൈം, ഓക്കെ, അറ്റ് എ ടൈം തന്നെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ 100 കസ്റ്റമേഴ്സിൻ്റെ വണ്ടികളെ ഡീല് ചെയ്യാനായിട്ട് അവർക്ക് അതിന് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ പറയുന്നത് എന്താണ്? മൂന്നാമത്തെ ഒരു എക്സാമ്പിളായി പറയുന്നത് മാക്സിമം കപ്പാസിറ്റിക്ക് എ റെസ്റ്റോറൻറ്റ് ഹാസ് എ സീറ്റിംഗ് കപ്പാസിറ്റി ടു അക്കോമഡേറ്റ് 100 diners. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ 100 പേര് ഇരുന്ന് ഭക്ഷണം കൊടുക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള എക്സാമ്പിൾസാണ്. ക്ലിയർ ആവുന്നുണ്ട് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്ന മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നതാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റി. എന്താണ് ഇഫക്റ്റീവ് കപ്പാസിറ്റി? ഇഫക്റ്റീവ് കപ്പാസിറ്റി ഐഡൻറ്റിഫൈസ് ദി ഔട്ട്പുട്ട് റേറ്റ് ദാറ്റ് മാനേജേഴ്സ് എക്സ്പെക്റ്റ് ഫോർ എ ഗിവൺ ആക്ടിവിറ്റി ഓർ പ്രോസസ്. ഇറ്റ് ഈസ് ദി ആക്ച്വൽ കപ്പാസിറ്റി to reflect current conditions and that could be less than or more than design capacity. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഇഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഐഡൻറ്റിഫൈസ് ദി ഔട്ട്പുട്ട് റേറ്റ് ദാറ്റ് മാനേജേഴ്സ് എക്സ്പെക്റ്റ് ഫോർ എ ഗിവൺ ആക്ടിവിറ്റി ഓർ പ്രോസസ്. അപ്പോൾ ഇത് മാനേജർമാർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അവരെ എത്രത്തോളം ഇത് ചെയ്യാൻ പറ്റുമെന്ന് അവർ പ്രതീക്ഷ വയ്ക്കുന്നു. ഓക്കെ,
It is the actual capacity to reflect current conditions and that could be less than or more than design capacity. അപ്പോൾ അതായത് ഇഫക്റ്റീവ് കപ്പാസിറ്റി പറഞ്ഞാൽ ഏറ്റവും നമുക്ക് മാക്സിമം കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ഡിസൈൻ കപ്പാസിറ്റിയിൽ അങ്ങേയറ്റം നമുക്ക് എത്രത്തോളം ഉണ്ടാക്കാനായിട്ട് പറ്റും. എന്നാൽ എഫക്റ്റീവ് കപ്പാസിറ്റിയിൽ ഏത് വരയ്ക്കാണ് നല്ല രീതിയിൽ ഉൽപ്പാദനം നടത്താനായി പറ്റുക, നല്ല വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് എൻ എറർ, വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് എ പ്രോബ്ലം, ഹൗ മച്ച് വി ക്യാൻ ടേക്ക്, അതാണ് ഇവിടെ പറയുന്നത് എഫക്റ്റീവ് കപ്പാസിറ്റി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അതായത് 10,000 പ്രോഡക്റ്റുകൾ കപ്പാസിറ്റി, മാക്സിമം കപ്പാസിറ്റി ഉണ്ട് ഒരു ഫാക്ടറിയിൽ, പക്ഷേ അതിൽ ഒരു 8,000 പ്രോഡക്റ്റുകൾ വരയ്ക്കായിരിക്കും അതിന് എഫക്റ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായി പറ്റുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്താ ഒരു ബാലൻസ് 2,000-ൻ്റെ ഒരു മിച്ചം വരുന്നുണ്ടല്ലോ, അത് ശരിക്കും കമ്പനിക്കാരെ സംബന്ധിച്ച് നഷ്ടമല്ലേ? തീർച്ചയായിട്ടും നഷ്ടമാണ്. അത് ഏതൊക്കെ രീതിയിലൊക്കെ ആയിരിക്കാം വരാൻ വഴികൾ നോക്കാം. ടൈം അലോട്ടഡ് ഫോർ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആൻഡ് അതർ ആക്ടിവിറ്റീസ് ദാറ്റ് സപ്പോർട്ട് ദ കപ്പാസിറ്റി. അപ്പോൾ വല്ല എന്തെങ്കിലും പറയുക, എന്താണ് പറയുക, നമ്മുടെ വലിയൊരു ഇത് വരുമ്പോൾ എന്താ പറയുക, ടൈം ഫ്രെയിം, വല്ല മെയിൻ്റനൻസിനുള്ള സമയക്രമങ്ങളോ അല്ലെങ്കിൽ മറ്റു പല എന്തെങ്കിലും വലിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിലേ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈം ഡിലേ നമ്മുടെ ഇതിനെ ബാധിക്കപ്പെടാം. ഓക്കെ, പിന്നെ പറയുന്നത് രണ്ടാമത്തെ പോയിന്റ്, ബ്രേക്ക് ഡൗൺ റെഡ്യൂസസ് ഇഫക്റ്റീവ് കപ്പാസിറ്റി. കണ്ടോ, ബ്രേക്ക് ഡൗണുകൾ, മെഷീൻസ് ആണല്ലോ അവിടെ വർക്ക് ചെയ്യുന്നത്, അതിൽ വല്ല ബ്രേക്ക് ഡൗൺ ഉണ്ടായാൽ. മൂന്നാമത് പറയുന്നത് എന്താണ്, ഡാമേജ് എക്യുപ്മെൻറ്റ് ആൻഡ് പീപ്പിൾ. അപ്പോൾ അതായത് വർക്ക് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കൊണ്ടുവന്ന് പോയി കഴിഞ്ഞാൽ, നല്ലപോലെ ഹെവി ആയിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ ഡാമേജുകൾ ഉണ്ടാവാനുള്ള സാഹചര്യം കൂടുതലാണ്, അത് മെഷീൻസിനും പീപ്പിളിനും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡിറ്റർമിനൻസ് ഓഫ് ഇഫക്റ്റീവ് കപ്പാസിറ്റിയാണ്. അതായത് എന്തെല്ലാമാണ് നമ്മളിത് ഇഫക്റ്റീവ് കപ്പാസിറ്റിയിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത്. അതിലാദ്യം പറയുന്നത് എന്താണ്, ഫെസിലിറ്റീസ്. എന്താണ് ഫെസിലിറ്റീസ് കൊണ്ട് നമ്മളോട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം? ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, സൈസ് ആൻഡ് പ്രൊവിഷൻ ഫോർ എക്സ്പാൻഷൻ, ലൊക്കേഷൻ ഫാക്ടേഴ്സ് ആൻഡ് ലേ ഔട്ട് ഓഫ് വർക്ക് ഏരിയ. അപ്പോൾ ഇവിടെ നമ്മുടെ ഫെസിലിറ്റി, അതായത് ഫാക്ടറിയുടെ ആ ഒരു ചുറ്റുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ രണ്ടും ഉൾപ്പെടുന്നുണ്ട്. അത് ഇഫക്റ്റീവ് കപ്പാസിറ്റിയെ നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. അത് അതിന് പ്രോപ്പർ അല്ലെങ്കിൽ അത് നെഗറ്റീവ് രീതിയിലും പര്യവസാനിക്കാം. പിന്നെ പറയുന്നത് എന്താണ്, പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഫാക്ടേഴ്സ്. എന്താ ഇവിടെ പറയുന്നത്, ദ മോർ യൂണിഫോം ദ ഔട്ട്പുട്ട്, ദ മോർ ഓപ്പർച്യൂണിറ്റീസ് ദർ ആർ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ അല്ലേ, ഉൽപ്പന്നത്തിൻ്റെയും അതുപോലെ തന്നെ സേവനത്തിൻ്റെയും എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ആ യൂണിഫോമിറ്റിയിൽ വല്ല ബാധിക്കപ്പെടുകയാണെങ്കിൽ അത് നെഗറ്റീവ്ലി പരിഭാഷിക്കാം. സോ അത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അല്ലേ, പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഫാക്ടേഴ്സിന് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. പിന്നെ പറയുന്നതാണ് പ്രോസസ് ഫാക്ടേഴ്സ്. പ്രോസസ് ഫാക്ടേഴ്സിൽ എന്താ പറയുന്നത്, ദ ക്വാളിറ്റി, കേപ്പബിലിറ്റി, ഔട്ട്പുട്ട് ക്വാളിറ്റി ആൻഡ് ടൈം അല്ലേ. അതായത് ഗുണമേന്മ, അതുപോലെ തന്നെ പരമാവധി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യൽ, അതിൻ്റെ ക്വാളിറ്റി, പിന്നെ അതുപോലെ തന്നെ സമയം എടുക്കൽ അല്ലേ, ടൈം. ഇറ്റ് ടേക്സ് ടു ചേഞ്ച് ഓവർ എക്യുപ്മെൻറ്റ് സെറ്റിങ്സ് ഫോർ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഓർ സർവീസസ്. അപ്പോൾ എന്താ പറയുന്നത്, ഇതുപോലത്തെ ഉള്ള ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ക്വാളിറ്റി കേപ്പബിലിറ്റി നോക്കുമ്പോൾ ഒരു ഇത് വരാം. ഓക്കെ, അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ മറ്റേ പ്രോഡക്ട്സ് ഔട്ട്പുട്ട് വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ വലിയൊരു ഗുണവും കുറവ് വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സമയത്തിൽ വല്ല ഒരു ദീർഘ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ അതും നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യാം എന്നിവിടെ പറയുന്നുണ്ട്. പിന്നെ പറയുന്ന കാര്യം എന്താണ്, അടുത്ത ഫാക്ടർ എന്താ പറയുന്നത്, ഡിറ്റർമിനൻസ് ഓഫ് എഫക്റ്റീവ് കപ്പാസിറ്റിയിൽ ഹ്യൂമൻ ഫാക്ടേഴ്സ്. തൊഴിലാളികളുടെ വല്ല വീഴ്ചകളോ അല്ലെങ്കിൽ അവർക്കൊരു ഫെറ്റീഗ്നെസ് വരികയോ അല്ലെങ്കിൽ അവർക്കൊരു ക്ഷീണം തോന്നുകയോ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ ഇതിനെ നെഗറ്റീവ്ലി ബാധിക്കും അല്ലെങ്കിൽ അതിന് ബാധിക്കപ്പെടാൻ സാഹചര്യം കൂടുതൽ. അപ്പോൾ ഇത് നമ്മൾ കണക്കിലെടുക്കണം. ഡിറ്റർമിനൻസ് ഓഫ് ഇഫക്റ്റീവ് കപ്പാസിറ്റിയിൽ നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ, അപ്പോൾ ഹ്യൂമൻ ഫാക്ടേഴ്സ്. പിന്നെ പറയുന്നതാണ് പോളിസി ഫാക്ടേഴ്സ് അല്ലേ, നമ്മുടെ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ പോളിസിയെ സംബന്ധിച്ച് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേഷണൽ ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ ടൈം ഫ്രെയിം വെക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻവെൻട്രികൾ, അതായത് സ്റ്റോക്ക്, നമ്മൾ മെറ്റീരിയൽസിന് ഉള്ള ഇൻവെൻട്രി അല്ലെങ്കിൽ സ്റ്റോക്ക്, അതിൻ്റെ വല്ല കാര്യങ്ങളെല്ലാം ഡിലേ വരുമ്പോൾ അല്ലെങ്കിൽ വല്ല എന്താ പറയുക വല്ല റിക്വയർമെൻറ്റ്സ് പർച്ചേസ് ചെയ്യേണ്ട സമയത്ത് അവിടെ വലിയൊരു പ്രോബ്ലം വരുമ്പോൾ അങ്ങനെയൊക്കെ ഇതിന് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യാം. പിന്നെ പറയുന്നത് എന്താണ്, സപ്ലൈ ചെയിൻ ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനോ വെയർ ഹൗസിങ്ങോ ഡിസ്ട്രിബ്യൂഷനോ അതൊക്കെ അതിൽ ഉൾപ്പെടും.
ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതായത് മിനിമം ക്വാളിറ്റി ആൻഡ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, അതിൽ വല്ലത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എഫക്റ്റീവ് കപ്പാസിറ്റീനെ ബാധിക്കപ്പെടും. ലാസ്റ്റ് വൺ, ഇൻആഡിക്വേറ്റ് പ്ലാനിങ്, പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലായ്ക. സോ ദീസ് 9 items actually determine the effectiveness of a capacity. Okay, these 9 items determine the effectiveness of capacity. So ഇത്രയുമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് കപ്പാസിറ്റി എന്താണ്, അല്ലെങ്കിൽ കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞൊരു കാര്യത്തെ സബ്ജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ എത്രത്തോളമാണ് ഒരു ഫാക്ടറിയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ കപ്പാസിറ്റി എന്നുള്ളൊരു വേർഡ് കൊണ്ട് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. സോ താങ്ക് യു എവരിവൺ.